بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. باب بيان كثرة طرق الخير. നന്മകളുടെ വഴികൾ വിശദീകരിക്കുന്ന ബാബ്. വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ, ഖൈറുകൾ എന്തൊക്കെയാണെന്ന് അറിയിക്കുന്ന ബാബാണ്. قال الله تعالى وما تفعلوا من خير فإن الله به عليم. സൂറത്തുൽ ബഖറയിലെ 215 ആയത്ത്. നിങ്ങൾ എന്ത് ഖൈറാണോ ചെയ്യുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അപ്പോൾ ഖൈറൊന്നും പാഴായി പോകില്ല. وقال تعالى وما تفعلوا من خير يعلمه الله. സൂറത്തുൽ ബഖറയിലെ 197 ആയത്ത്. അതേ അർത്ഥം വരുന്ന ആയത്താണ്. നിങ്ങൾ എന്ത് ഖൈറാണോ ചെയ്യുന്നത് അത് അല്ലാഹു അറിയും. وقال تعالى فمن يعمل مثقال ذرة خيرا يره. സൂറത്തു സൽസല 7 ആയത്ത്. ഒരണുമണി തൂക്കം നന്മ ഖൈർ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ യറഹു, നാളെ ആഖിറത്തിൽ അത് അവനക്ക് കാണാൻ കഴിയും, കിട്ടും, അതിന്റെ പ്രതിഫലം ലഭിക്കും. وقال تعالى من عمل صالحا فلنفسه. സൂറത്തു ജാസിയ 15 ആയത്ത്. ആരെങ്കിലും നന്മ ചെയ്യുകയാണെങ്കിൽ, സ്വാലിഹായ ഒരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ ഫലിനഫ്സിഹി, അത് അവനുള്ളതാണ്. അതിൻ്റെ പ്രതിഫലം അവൻ ആസ്വദിക്കുന്നതാണ്. അഥവാ നന്മകൾ എന്ത് ചെയ്താലും എത്ര ചെറുതാണെങ്കിലും അതെന്തില്ല, പാഴായി പോവുകയില്ല എന്നാണ് ഈ 4 ആയത്തുകളും അറിയിക്കുന്നത്. ഇമാം നബവി റഹിമഹുല്ലാഹ് പറയാണ് വൽ ആയാതു ഫിൽ ബാബി കസീറത്തുൻ. ഈ ബാബിൽ കുറേ ആയത്തുകൾ പറയാനുണ്ട്. وأما الأحاديث فكثيرة جدا وهي غير منحصرة فنذكر طرفا منها. ഹദീസുകളും കുറേ ഉണ്ട്, പക്ഷെ നമ്മളെന്താണ് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ ബാബിൽ പറയുന്നത്. ഒന്നാമത്തെ ഹദീസ് عن أبي ذر جندب بن جنادة رضي الله عنه قال قلت يا رسول الله أي الأعمال أفضل. അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ അയ്യുൽ അഅമാലി അഫ്ളൽ, ഏറ്റവും നല്ല ശ്രേഷ്ഠമായ അമൽ ഏതാണ്, പ്രവർത്തനം ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഈമാനു ബില്ലാഹ്, തൗഹീദാണ്, ഈമാനാണ്. വൽ ജിഹാദു ഫീ സബീലിഹി, പിന്നെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ്. പിന്നെ ഞാൻ ചോദിച്ചു അയ്യുർ റിഖാബി അഫ്ളൽ, അടിമയെ മോചിപ്പിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതി ഏതാണ്, എങ്ങനെയുള്ള അടിമയാണ് മോചിപ്പിക്കേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൻഫസുഹാ ഇൻദ അഹ്ലിഹ, അതിൻ്റെ ഉടമസ്ഥർക്കിടയിൽ മൂല്യമുള്ളതിന്, നല്ലതിന്, ഉടമസ്ഥർക്കിടയിൽ വിലയുള്ള നല്ല മൂല്യമുള്ള അടിമകൾ ഉണ്ടാവില്ല, അങ്ങനെയുള്ള അടിമകളെ മോചിപ്പിക്കണം, ആർക്കും വേണ്ടാത്തതിനല്ല. വ അക്തറുഹാ സമനൻ, അധിക വിലയുള്ളത്, അങ്ങനെയുള്ള അടിമകളാണ് മോചിപ്പിക്കണം അഫ്ളൽ. ഖുൽതു, പിന്നെ ചോദിച്ചു ഫഇല്ലം അഫ്അൽ, എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു തുഈനു സാനിഅൻ, നീ പണിയെടുക്കുന്ന ആളെ സഹായിക്കണം, ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ സഹായിക്കണം. ഔ തസ്നഉ ലി അഖ്റഖ, ഇല്ലെങ്കിൽ ഒരു ജോലി പൂർണ്ണമായി ചെയ്യാൻ കഴിയാത്ത ആൾ, ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ശാരീരികമായ ബലഹീനത കൊണ്ട്, അവശത കൊണ്ട് ഒരു കാര്യം പൂർണ്ണമായി ചെയ്യാൻ പറ്റാത്ത ഒരാളെ, അങ്ങനെയുള്ള ഒരാളെ നീ സഹായിക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഖുൽതു, ഞാൻ ചോദിച്ചു യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ ലഅഫ്തു അൻ ബഅദിൽ അമൽ. അല്ലാഹുവിൻ്റെ റസൂലെ, എനിക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ, താങ്കൾ എന്താണ് പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തകുഫു ശർറക അനിന്നാസ്, നിനക്ക് ആർക്കും നന്മ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം നിന്റെ ഷർറ് അവരിൽ നിന്നും തടയുക, ആരും ഉപദ്രവിക്കാതിരിക്കുക. ആർക്കും നന്മ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നീ ചെയ്യേണ്ട എന്താണ്? ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക, നിന്റെ ഷർറിനെ നീ തടഞ്ഞു വെക്കുക. ഫഇന്നഹാ സദഖത്തും മിൻക അലാ നഫ്സിക്, ആ ഒരു കാര്യം, നീ ആരും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് നിനക്ക് വേണ്ടിയുള്ള സദഖയാണത്, അത് സദഖയുടെ
പ്രതിഫലം നാളെ ആഖിറത്തിലുണ്ടാവും. അപ്പം ഒന്നുകിൽ നന്മ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാറ്റി കൊടുക്കുക. അങ്ങനെ ആകുന്നില്ലെങ്കിൽ, അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതിരിക്കുക. അടുത്തൊരു ഹദീസ് അബൂദറുള്ളാന്റെ ഹദീസ് തന്നെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉരിലത അലയ്യ അഅമാലു ഉമ്മത്തി ഹസനുഹാ വസയ്യിഉഹാ. എനിക്ക് എൻ്റെ ഉമ്മത്തിലെ പ്രവർത്തനങ്ങൾ അള്ളാഹു കാണിച്ചു തന്നു. അതിലെ നന്മകളും അതിലുള്ള തിന്മകളും അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. ഫവജദ്തു ഫി മഹാസിനി അഅമാലിഹ. എൻ്റെ ഉമ്മത്തിലെ നല്ല പ്രവർത്തനങ്ങളിൽ ഞാൻ കണ്ടു അൽ അദ യുമാതു അനി തരീഖ്, വഴിയിൽ നിന്നും തടസ്സങ്ങൾ നീക്കുന്നത്. അത് വലിയ നന്മയായിട്ടാണ് ഞാൻ കണ്ടത്. വവജദ്തു ഫി മസാവി അഅമാലിഹ. എൻ്റെ ഉമ്മത്തിലെ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഞാൻ കണ്ടത് അന്നുഖാഅതു തകൂനു ഫിൽ മസ്ജിദ്. ഒരു പള്ളിയിൽ ഒരു കഫ ഉണ്ടായിരുന്നു, ആരോ തുപ്പിയത്. ഫലാ തുദ്ഫൻ, അത് ആരും നീക്കുന്നില്ല. അത് റസൂലിന്റെ കാലത്തുള്ള പള്ളി തറ നിലം മണ്ണാണ്, അതാരും മണ്ണിട്ട് മൂടുന്നില്ല. അഥവാ ആ വൃത്തികേട് അവിടുന്ന് ആരും നീക്കുന്നില്ല, അതങ്ങനെ ബാക്കിയാവുക പള്ളിയിൽ, മറ്റുള്ളവർക്ക് പ്രയാസമാകുന്ന രീതിയിൽ. അതാണ് മോശമായ പ്രവർത്തനമായിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ വഴിയിൽ നിന്നും തടസ്സങ്ങൾ നീക്കുക, മറ്റുള്ള മുഅ്മിനീങ്ങൾക്ക് പ്രയാസമാകുന്ന കാര്യങ്ങൾ നീക്കിക്കൊടുക്കുക, മാറ്റിക്കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നേരെ തിരിച്ച് മറ്റുള്ളവർക്ക് പ്രയാസമാകുന്ന രീതിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുക, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, പ്രയാസങ്ങൾ ഉണ്ടാക്കുക, അത് വളരെ മോശപ്പെട്ട അമലായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ടത്. ഇത് നമ്മൾ എല്ലാ വിഷയത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവായ സ്ഥലങ്ങൾ, മറ്റുള്ളവരും ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും മറ്റൊരാളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ സാധാരണ പറയാറുണ്ട്. നമ്മളെ പൊതു ശൗചാലയങ്ങൾ ഉണ്ടാവുമല്ലോ, ഒരാൾ കയറിയിട്ട് ആരാൻ്റെ വസ്തു എന്ന നില അത് ഉപയോഗിക്കും. പിന്നീട് വരുന്ന ആൾക്ക് പ്രയാസമാകുന്ന രീതിയിൽ ഇത് ബാക്കിയാക്കി പോയാൽ അത് വലിയ തെറ്റാണ്. ഇസ്ലാമിൽ വലിയ തെറ്റാണത്. അപ്പം അതൊക്കെ ഒരു മുഅ്മിൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എവിടെയും ഏത് സ്ഥലത്തും പൊതുവായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം ഞങ്ങൾ ഉപയോഗിച്ച് തിരിച്ചു വരുമ്പോൾ മറ്റൊരാൾ കയറി ചെന്നാൽ നമുക്ക് ശേഷം മറ്റൊരാൾ അത് ഉപയോഗിക്കുമ്പോൾ പ്രയാസമില്ലാതെ തടസ്സമില്ലാതെ ഉപയോഗിക്കാൻ പറ്റണം. അതാണ് ഒരു മുഅ്മിനിന്റെ ജീവിതം. അങ്ങനെ ആയിരിക്കണം ഒരു മുഅ്മിനിന്റെ സ്വഭാവം. ഏറ്റവും നല്ല സ്വഭാവമാണ്. വഴിയിൽ നിന്ന് മറ്റുള്ളവർക്ക് പ്രയാസമാകുന്ന കാര്യങ്ങൾ വഴിയിൽ നിന്ന് നീക്കുക, തടസ്സങ്ങൾ നീക്കി കൊടുക്കുക. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പ്രയാസം ഉണ്ടാക്കുന്ന, തടസ്സം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ബാക്കിയാക്കിയാൽ അത് മോശപ്പെട്ട സ്വഭാവമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉമ്മത്തിലെ മോശപ്രവർത്തനമായിട്ട് അല്ലാഹു കാണിച്ചു കൊടുത്തതും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതാണ് ഈ രണ്ട് ഹദീസ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, നമ്മുടെ ഷർറ് മറ്റുള്ളവരിൽ നിന്നും തടയുക എന്നുള്ളതാണ് ഈ രണ്ട് ഹദീസും അറിയിക്കുന്നത്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.